ഫുട്ബോൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഒരു ബ്രസീലിയൻ കോച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. അദ്ദേഹം വെറുമൊരു കോച്ച് മാത്രമല്ല, ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് ലോകം മാറ്റി നിർത്തിയ, യുദ്ധം തകർത്ത ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിനെ ഏഷ്യയുടെ രാജാക്കന്മാരാക്കിയ തന്ത്രശാലിയായിരുന്നു അയാൾ. അതെ, ഞാൻ സംസാരിക്കുന്നത് മറ്റാരെയും കുറിച്ചല്ല, സാക്ഷാൽ ജോർവാൻ വിയേരയെ കുറിച്ചാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ വിജയങ്ങളെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ലോക പ്രശസ്തനായ ഈ ബ്രസീലിയൻ കോച്ചിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അദ്ദേഹത്തിൻ്റെ ആ വലിയ തീരുമാനത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൻ്റെ മഹത്വം കണ്ട് അതിൻ്റെ സൗന്ദര്യം അനുഭവിച്ചറിഞ്ഞ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അത് പറയുന്നതിന് മുമ്പ് ആരാണ് ജോർവാൻ വിയേര എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ ബ്രസീലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പം മുതലേ കാൽപന്ത് കളി നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യൻ. സ്പോർട്സ് മെഡിസിനിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് ഫുട്ബോൾ കോച്ചിങ്ങിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്, അറബിക് ഉൾപ്പെടെ 7ഓളം ഭാഷകൾ അദ്ദേഹം അനർഗളമായി സംസാരിക്കുന്ന നല്ലൊരു അസാധ്യ ജീനിയസ് ആയിരുന്നു അദ്ദേഹം. ഒട്ടനവധി ക്ലബ്ബുകളെയും രാജ്യങ്ങളെയും അദ്ദേഹം പരിശീലിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ സുവർണ നിമിഷം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2007 ഇറാഖ് എന്ന രാജ്യം യുദ്ധത്താൽ തകർന്നരിപ്പണമായി കിടക്കുന്നൊരു കാലം. ചോരയും കണ്ണീരും മാത്രം ബാക്കിയായ ഇറാഖ് ഫുട്ബോൾ ടീമിനെ ഏറ്റെടുക്കാൻ ലോകത്തെ പ്രമുഖ കോച്ചുമാരൊക്കെ അവരെല്ലാം ഭയന്ന് മാറുന്ന സമയത്ത് ആ വെല്ലുവിളി നെഞ്ചിലേറ്റാൻ ഒരൊറ്റൊരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർവാൻ വിയേര. വെറും 2 മാസം മാത്രമാണ് അദ്ദേഹത്തിന് ടീമിനെ ഒരുക്കാൻ കിട്ടിയത്. പരസ്പരം വിഘടിച്ചു നിന്ന കളിക്കാരെ അദ്ദേഹം ഒരുമിപ്പിച്ചു. ഒടുവിൽ 2007 ഏഷ്യൻ കപ്പ് ഫൈനലിൽ സൗദി അറേബ്യയെ തോൽപ്പിച്ച് ഇറാഖ് ചാമ്പ്യന്മാരായപ്പോൾ ആ വിജയത്തിന് പിന്നിലെ തലച്ചോറ് ഈ ബ്രസീലിയൻകാരൻ്റെതായിരുന്നു. ലോകം മുഴുവനും വിയേര എന്ന പേര് ആദരവോടുകൂടി വിളിച്ചു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഒരു ബ്രസീലിയൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച, പാശ്ചാത്യ സംസ്കാരത്തിൽ വളർന്ന ജോർവാൻ വിയേര ഇസ്ലാമിലേക്ക് എത്തിയത് എന്ന്. അതൊരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഫലമായിരുന്നു അത്. ജോർദാൻ വിയേര ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൻ്റെ ഇസ്ലാം സ്വീകരിച്ച ആ ഒരു കാര്യം പരസ്യമാക്കുന്നത് 2007-2008 കാലഘട്ടത്തിലാണെങ്കിലും അദ്ദേഹം അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. 1990കളിൽ മൊറോക്കോ ദേശീയ ടീമിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന കാലത്താണ് അദ്ദേഹം ഔദ്യോഗികമായി ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം ഒരു മുസ്ലിമായി മാറുന്നത്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ദീർഘകാലം ഇതൊരു സ്വകാര്യത അദ്ദേഹം സൂക്ഷിക്കുകയായിരുന്നു. ജോർദാൻ വിയേര കേവലം വിവർത്തനങ്ങൾ, അതായത് ട്രാൻസ്ലേഷൻസ് മാത്രമല്ല വായിച്ചിരുന്നത്. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അദ്ദേഹം അറബി ഭാഷ വരെ ഔദ്യോഗികമായി പഠിച്ചെടുത്തു എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമങ്ങളെയും ചരിത്രങ്ങളെയും കുറിച്ചും അദ്ദേഹം പഠിച്ചു. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളിൽ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് കളിക്കാരുമായി നല്ല ആത്മീയമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തൻ്റെ കോച്ചിങ് കരിയറിൻ്റെ വലിയൊരു പങ്ക് അദ്ദേഹം ചെലവഴിച്ചത് മൊറോക്കോ, കുവൈറ്റ്, ഒമാൻ, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലായിരുന്നു. ഏതാണ്ട് 30 വർഷത്തോളം അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിച്ചു. തുടക്കത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ കാണിക്കുന്നത് പോലെ ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ വിയേരയ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ മുസ്ലിമീങ്ങൾക്കിടയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചു. വിയേര ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു മതവിശ്വാസിയായിരുന്നില്ല, പക്ഷേ ഞാൻ മുസ്ലിമീങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത്. അവരുടെ സംസ്കാരം, അവരുടെ പെരുമാറ്റം, പ്രതിസന്ധികളിൽ അവർ കാണിക്കുന്ന ആ ഒരു ക്ഷമ, ഇതെല്ലാം ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പ്രത്യേകിച്ച് ഇറാഖ് കോച്ചായിരുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ ഭീകരതയ്ക്കിടയിലും അവിടുത്തെ മനുഷ്യർ കാണിച്ച ആ ഒരു ആത്മവിശ്വാസവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ബോംബുകൾ വീഴുമ്പോഴും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴും അവർ അള്ളാഹുവിലേക്ക് തിരിയുന്നതും പരസ്പരം സ്നേഹിക്കുന്നതുമൊക്കെ വിയേര കണ്ടു. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മഹത്വം വിയേര തിരിച്ചറിയുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. ഇസ്ലാമിൻ്റെ ഏതു വശമാണ് ജോർവാൻ വിയേരയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്ന് അദ്ദേഹം തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഇസ്ലാമിലെ സമത്വവും സാഹോദര്യവുമായിരുന്നു. രാജാവെന്നോ പ്രജയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒരൊറ്റ അണിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. വംശീയതയും വിവേചനവും നിറഞ്ഞ ലോകത്ത് ഇത്രമേൽ സമത്വം വിഭാവനം ചെയ്യുന്ന മറ്റൊരു ദർശനം അദ്ദേഹം കണ്ടിരുന്നില്ല. രണ്ടാമത്തേത് മുസ്ലിം കുടുംബങ്ങളിലെ ആത്മബന്ധമായിരുന്നു. മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്ന ആദരവ്, പ്രായമായവരോടുള്ള കരുണ, കുടുംബ ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം, ഇതെല്ലാം വിയേരയെ വല്ലാതെ ആകർഷിച്ചു. പാശ്ചാത്യ ലോകത്തെ ജീവിത രീതി കണ്ടുമെടുത്ത അദ്ദേഹത്തിന് ഇവിടുത്തെ കുടുംബ ഭദ്രത ഒരു പുതിയൊരു വെളിച്ചമായിരുന്നു. മൂന്നാമത്തേത് ആത്മീയമായ സമാധാനമായിരുന്നു. തൻ്റെ കരിയറിൽ പണവും പ്രശസ്തിയും വിയേരയ്ക്ക് ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു.
എന്നാൽ മനസ്സിനൊരു യഥാർത്ഥ സമാധാനം എവിടെയോ നഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി കേൾക്കുമ്പോഴും മുസ്ലിമീങ്ങൾ ശാന്തമായി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം കാണുമ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റം നടക്കുന്നതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഖുർആൻ പഠിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. അങ്ങനെ വർഷങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ ഇസ്ലാം എന്നത് വെറുമൊരു മതം മാത്രമല്ല, അതൊരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ആ ചരിത്ര നിമിഷമെത്തി. ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വിയേര തൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തി. അദ്ദേഹം തൻ്റെ പേര് മാറ്റാൻ താല്പര്യപ്പെട്ടില്ല. ജോർവാൻ വിയേര എന്ന പേര് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്നത്. മുസ്ലിം രാജ്യങ്ങളിലെ കോച്ചിങ് കരിയറിൽ റമദാൻ മാസത്തിൽ കളിക്കാൻ നോമ്പ് നോൽക്കുന്നത് പല വിദേശ കോച്ചുമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കളിക്കാരുടെ ഫിറ്റ്നസ് കുറയുമെന്ന് കരുതിക്കൊണ്ടാണ്. എന്നാൽ വിയേര നോമ്പിന്റെ ആത്മീയതയും ശാരീരികവുമായ ഗുണങ്ങളെ പൂർണ്ണമായും പിന്തുണച്ചു. നോമ്പ് നോൽക്കുന്ന കളിക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ രാത്രികാലങ്ങളിൽ അദ്ദേഹം പരിശീലനം ക്രമീകരിച്ചു. അദ്ദേഹം തന്നെ പലപ്പോഴും കളിക്കാർക്കൊപ്പം നോമ്പെടുക്കുകയും ഇഫ്താറിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടി നിൽക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ മതം തിരഞ്ഞെടുത്തത് എന്ന് അദ്ദേഹത്തോട് പലരും ചോദിച്ചു. ആ സമയത്ത് അതിന് അദ്ദേഹം നൽകിയ മറുപടി ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല ഇസ്ലാം സ്വീകരിച്ചത്. ആരും എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. ഞാൻ വർഷങ്ങളോളം ഇസ്ലാം മതവിശ്വാസികൾക്കൊപ്പം ജീവിച്ചു. അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഞാൻ വായിച്ചു. ഇസ്ലാം എന്നെ പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ്, മാനവികതയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ച ആത്മീയ ശാന്തി എനിക്ക് ലഭിച്ചത് ഇവിടെയാണ് എന്നുള്ളതായിരുന്നു. ജോർവാൻ വിയേരയുടെ ഈ ജീവിതം നമ്മോട് പറയുന്ന വലിയൊരു സത്യമുണ്ട്. പലപ്പോഴും ഇസ്ലാമിക വിരോധികളും ചില മാധ്യമങ്ങളും ഇസ്ലാമിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തുറന്ന മനസ്സോടെ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാകുന്നവർക്ക് മുന്നിൽ അതിൻ്റെ യഥാർത്ഥ വെളിച്ചം വെളിപ്പെടുമെന്നതിൻ്റെ തെളിവാണ് ജോർവാൻ വിയേര എന്ന ബ്രസീലിയൻ കോച്ച്. കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന ലോക പ്രശസ്തനായ ഒരു ബ്രസീലിയൻ കോച്ചിന് തൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിനായി, ജീവിതത്തിൻ്റെ വിജയത്തിനായി ഇസ്ലാം തിരഞ്ഞെടുക്കേണ്ടി വന്നുവെങ്കിൽ അതിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഇന്ന് അദ്ദേഹം നല്ലൊരു മുസ്ലിമായി സമാധാനത്തോടെ ജീവിക്കുകയാണ്. കളിക്കളത്തിലെ വിജയങ്ങളെക്കാൾ വലിയ വിജയമാണ് തൻ്റെ ആത്മീയ ജീവിതത്തിൽ അദ്ദേഹം നേടിയത് എന്ന് വിയേര വിശ്വസിക്കുന്നു. വിയേരയുടെ ഇസ്ലാം സ്വീകരണം പുറത്തു വന്നപ്പോൾ പാശ്ചാത്യ കായിക മാധ്യമങ്ങൾ അദ്ദേഹത്തിന് തീവ്രവാദ ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ പരോക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ വിയേര ഇതിനെല്ലാം ശക്തമായി നേരിട്ടു. ഇസ്ലാം എന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി, കൂടുതൽ സഹിഷ്ണുതയുള്ളവനാക്കി. ഫുട്ബോളിൽ ഞാൻ അച്ചടക്കം പഠിച്ചെങ്കിൽ ജീവിതത്തിൽ അച്ചടക്കം ഞാൻ പഠിച്ചത് ഇസ്ലാമിൽ നിന്നാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി.